ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആൻസി വ്ലോഗ്. അപ്പോൾ നിങ്ങൾ എന്റെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ, ഓൾസോ ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. അപ്പം ബെൽ ഐക്കണും കൂടി നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് വരുന്നതൊക്കെ വിചാരിക്കും. പക്ഷെ കുറച്ച് ലേറ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻസ് പോകണം. എന്താറിയില്ല, യൂട്യൂബ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോണത്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഷോപ്സിൽ, അതായത് നമ്മൾ ടൈലറിംഗ് ഷോപ്സിലൊക്കെ നമ്മൾ കൊണ്ടുപോയി ഓൾട്ടറിങ്ങിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ പറ്റില്ല എന്ന് പറയുന്ന സാധനങ്ങൾ, അതായത് അവർക്ക് ടൈമില്ല, അവർക്ക് ഓൾറെഡി ന്യൂ ചുരിദാറും ബിറ്റുകളും അതും ഇതൊക്കെ ഇങ്ങനെ തയ്ക്കാൻ കിട്ടുന്നതുകൊണ്ട് ഈ ചെറിയ വർക്കുകളൊന്നും അവരെടുക്കില്ല കേട്ടോ. അപ്പൊ അങ്ങനത്തെ വർക്കുകളൊക്കെ നമ്മളെടുത്ത് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. എന്റെ യൂട്യൂബ് വീഡിയോസിൽ ഞാൻ ഓൾട്ടറിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മേന്റെ ഒരു ചുരിദാർ ഓൾട്ടർ ചെയ്യണം. അപ്പൊ ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മളുടെ ഒരു കൊളീഗ് ആൾക്ക് മീൻസ് നമ്മൾ ഓരോ വീഡിയോസും കണ്ടന്റ്സും ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കാണിച്ചാലേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ട് ആൾക്ക് ഒരു കുറെ ഡ്രസ്സുകൾ ഉണ്ട്, അതായത് ഇടാൻ പറ്റില്ല എന്ന് വിചാരിച്ച കുറെ ഡ്രസ്സുകൾ ടൈറ്റ് ആക്കാൻ, ലൂസ് ആക്കാൻ, അല്ലെങ്കിൽ ഒട്ടും ഒരു രസമില്ലാത്ത ഡ്രസ്സിന് നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാം, അങ്ങനെയൊക്കെയുള്ള ഐഡിയാസ് എന്റെ വീഡിയോസ് കണ്ടപ്പോൾ ആൾക്ക് മനസ്സിലായി കേട്ടോ. അപ്പൊ എന്റെ തന്നാൽ എന്തെങ്കിലും കാര്യം നടക്കും എന്നുള്ളത്. അങ്ങനെ എന്നെ വിശ്വസിച്ചത് എന്റെ അമ്മയോ ഒരു ബാഗ് നിറയെ സാധനം തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ആൾക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള സാധനങ്ങൾ. ഞാൻ ഇത് ഓരോന്നോരോന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഈ ബാഗില് ആള് ബാഗ് അടക്കം എനിക്ക് തന്നതാണ്. ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. കമോൺ. ഫസ്റ്റ് തന്നെ ഒരു വൈറ്റ് ടോപ്പ് ഉണ്ട് കേട്ടോ. ഇത് ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ ടോപ്പാണ്. ഞാൻ ബാഗോട് വയ്ക്കാനത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ടോപ്പ്. അപ്പൊ ഇതൊന്നുമില്ല, നല്ല ലൂസാണ്. പക്ഷെ നമ്മളിപ്പം ഞാനാണെങ്കിലും ചാർജ് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേന്. അതായത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒറ്റ മിനിറ്റ്, ക്യാമറ ഒന്ന് അടുത്തോട്ട് വെച്ചോട്ടെ. ഓക്കെ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സത്യാവസ്ഥ പറഞ്ഞുതരാം. അതായത് നോർമൽ നമ്മളൊരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഒരു പുതിയൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമ്പാരറ്റീവ്ലി റിസ്ക് ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് ഒരു ചുരിദാറിനെ വീണ്ടും അയച്ച് പണിയുക എന്ന് പറയുന്നത് നോർമൽ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്നതിനെക്കാട്ടിയും പണിയാണ് കേട്ടോ. അതുകൊണ്ടാണ് അത്രയും ചാർജ് വാങ്ങിക്കുന്നതും അതുപോലെ ഷോപ്സിലൊന്നും അവര് എടുക്കാത്തതും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള ടൈം ഇല്ല. കാരണം ഇതിപ്പോ ഓൾറെഡി ഫുള്ള് സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇനി ഇതിലൊരു ഓൾട്ടറിങ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ അയച്ചെടുക്കണം. അപ്പൊ ഇവിടെ നമ്മള് ആരോ പേയ്മെന്റ് മീൻസ് ഇത് ഇടുന്നത്, പ്രൈസ് ഇടുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട്, ടൈം, അതുപോലെ ഇതിലുണ്ടാവുന്ന റിസ്ക്, ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ അത്രയൊരു എമൗണ്ട് വാങ്ങിക്കുന്നത്. അപ്പൊ എല്ലാവരും ചോദിക്കുന്നത് എത്ര റേറ്റ്. ഞാനും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഈ ഷോപ്സിലൊക്കെ പോയി ഒന്ന് ഷേപ്പ് ആക്കാൻ തന്നെയൊക്കെ നല്ല ക്യാഷ് വാങ്ങിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ അങ്ങനെയാണ്, എല്ലാത്തിനും പ്രൈസ് കൂടി. അതുപോലെ അവരുടെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ അതിനും പ്രൈസ് കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും എന്താ പറയാ, പ്രൈസ് കൂടിയാലും ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, വേറെ നിവർത്തിയില്ല. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു ടോപ്പ്, അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കണ്ട സ്ലീവ് ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു ഡ്രസ്സാണ്, കണ്ടില്ലേ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഷേപ്പ് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു പിടുത്തം വരും. ഓൾറെഡി സ്ലീവും ഇതും കൂടി ഒരു ഇതിലല്ലേ വരുന്നത്, സെപ്പറേറ്റ് ആയിട്ടല്ലല്ലോ സ്ലീവ് വരുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ചെറിയ റിസ്ക് എന്ന് പറയുന്നത്. എന്നാലും വേണ്ടില്ല, ആൾക്ക് ഇച്ചിരി ടൈറ്റ് ആക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ ഒരു ടോപ്പ് ടൈറ്റ് ആക്കിയിട്ട് ഞാൻ എല്ലാതും ഇതിന് ഓൾട്ടർ ചെയ്യുന്നത് പറ്റുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ബിഫോർ ആൻഡ് ആഫ്റ്ററും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് ആളുടെ അളവ് തുണി തന്നിട്ടുള്ളത് കേട്ടോ. അളവിന്റെ ചുരിദാർ തന്നിട്ടുള്ളത്. ഇത് കറക്റ്റ് സൈസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ കണ്ടില്ല, ഞാൻ ഇത് ഇതിന് മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇതാ ഷേപ്പ് ആക്കേണ്ടത് ഇത്രയും ഭാഗമാണ് കേട്ടോ. ആൾക്ക് ഇച്ചിരി ടൈറ്റ് വേണ്ടത് കുറച്ച് ഷേപ്പിൽ കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ഒരു ഡിഫറൻസ് കണ്ടില്ലേ. ഇതിന് സ്ലീവ് ഒറ്റ സ്ലീവ് ആയിട്ടാണ് ഇതിന് വരുന്നത്. അപ്പം എന്താണ്, ഇങ്ങനെ സെപ്പറേറ്റ് നമ്മൾ നോർമൽ ചുരിദാറിനെ പോലെ ഇങ്ങനെ വരുന്നില്ല. ഇവിടെ ഒരു ജോയിന്റ് വരുന്നില്ല, ഇവിടെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഷേപ്പ് ചെയ്യുമ്പോൾ അത് ഇവിടുന്ന് ചെറുതാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് എവിടെയാണോ ഷേപ്പ് വേണ്ടത്, അതായത് മൊത്തത്തിൽ ഇങ്ങനെ റാ പോലെ കൊണ്ടുവരരുത്.
ഇവിടുന്ന് കുറച്ച് ഇങ്ങനെ സ്ട്രെയിറ്റ് വന്നിട്ട് ഈ ഷേപ്പ് ആക്കേണ്ട ഭാഗത്ത് നമ്മൾ ഇങ്ങനെ കുറച്ചിങ്ങനെ കൊണ്ടുപോവുക. അതായത് ഇത് ജീൻസിന്റെ ടോപ്പ് ആയതുകൊണ്ട് തന്നെ വല്ലാതെ ഇങ്ങനെ ഇറുക്കി പിടിച്ച് ഷേപ്പ് ആക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ് നമുക്ക് വരുന്നത്. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ടും കാണിച്ചു തരാണ്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. ഓൾട്ടറിംഗ് വർക്ക്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ ചെറിയ വർക്ക്സ് ആണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ അത് തന്നെ നമുക്ക് ആ ഒരു ടൈം നമ്മൾ ഇതിനൊക്കെ സ്പെൻഡ് ചെയ്യുന്നതും എഫേർട്ട് ഇടുന്നതൊക്കെയാണ് നമ്മൾ ഇതിനെ ചാർജായിട്ട് കൂട്ടുന്നത്. ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയത്. വല്ലാതെ അങ്ങനെ തുണി കൂടുതലായിട്ട് ഇങ്ങനെ ചുക്കി ചുളുങ്ങി നിൽക്കുന്നില്ല അകത്ത്. നെക്സ്റ്റ് ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് ഫിനിഷിംഗ് ഓഫ് എ വർക്ക്, അതായത് ഒരു ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അതിന്റെ ഒരു ഫിനിഷിംഗ് വർക്ക്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്റ്റിച്ചിങ്ങിൽ. ഇപ്പം എനിക്ക് ഈ ഒരു ചുരിദാർ എനിക്ക് തന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേറെ ഓൾട്ടറിങ് വർക്ക് ഒന്നുമില്ല. അതായത് ആൾക്ക് എല്ലാം കറക്റ്റ് ആണ്. പക്ഷെ ആൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഇതിനകത്തൊരു ഫിനിഷിംഗ് വന്നില്ല. ഇത് കണ്ടില്ല നിങ്ങള്? ഇപ്പൊ ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നല്ല ഇങ്ങനെ എന്താ പറയാ ഒരു പിടുത്തം ആയിട്ട് വരും. ഇതിനൊരു കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അളവെടുക്കുമ്പോൾ മാക്സിമം ശരിയാണ്, നല്ല തയ്യൽ തുമ്പ് ഇട്ടിട്ട് തന്നെ എടുക്കണം. പക്ഷെ ഇത്രയൊന്നും ഇടണമെന്നില്ല. ആ ആളുടെ കറക്റ്റ് അളവെടുത്തതിന് ശേഷം 1.5 മാക്സിമം 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്താൽ മതി. ഇത്രയും കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ഷേപ്പ് ഇവിടെ അടിച്ചിട്ടുണ്ട്. പക്ഷെ ഇടുന്ന സമയത്ത് ഇത് ഇവിടെ ഒക്കെ കൂടി കുറേ ക്ലോത്ത് വരും. അപ്പം ഇതിലെനിക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് കട്ട് ചെയ്യണം. ഞാനിവിടെ 1.5 അല്ലെങ്കിൽ 2 ഇഞ്ച് വെച്ചിട്ട് ബാക്കി പാർട്ട് ഞാൻ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അത് ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഒരു കട്ട് നമ്മൾ കൊടുക്കുക. അതായത് കുറച്ച് ഇവിടെ ഈ സ്ലിറ്റ് വരുന്നിടത്ത് ഇവിടെ ഒരു കട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കും കേട്ടോ. അതായത് നമ്മൾ നല്ല ഭാഗത്ത് നല്ല വൃത്തിക്ക് വിരിഞ്ഞ് വെക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി നിൽക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പം ഇതിനകത്ത് വേറെ പരിപാടിയൊന്നുമില്ല. ഇത് നീറ്റ്നെസ് ആണ് വേണ്ടത്. ഞാനിങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അവർക്ക് ഇതിൽ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുരിദാറെല്ലാം വൃത്തിക്ക് കിട്ടണം. എന്താ പറയാ, ഈ ഒരു സൈഡ് ഇതൊക്കെ കട്ട് ചെയ്തിട്ടെല്ലാം വൃത്തിക്ക് കിട്ടണം എന്നുള്ള വേറെ ഇതിനകത്ത് വർക്ക് വരുന്നില്ല. അപ്പൊ ഞാൻ എല്ലാം ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാ. കാരണം ചില ആൾക്കാർക്ക് ഇത് ലെങ്തി വീഡിയോ ആയിട്ട് തോന്നും. പക്ഷെ യൂസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടും തോന്നും കേട്ടോ. അത് നെക്സ്റ്റ് ഒരു ചുരിദാർ വന്നിട്ടുള്ളത് ഇത് അതായത് ആളിപ്പോ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ഒരാളാണ്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ മുന്നേ ഇട്ടിരുന്ന ഒരു ഡ്രസ്സ് ഇപ്പൊ പാകാവില്ല. കാരണം ഈ ഒരു ഭാഗത്ത് ഹിപ്പിന്റെ ഭാഗത്ത് കുറച്ചൊരു ടൈറ്റ്നെസ് ഒക്കെ വരും. അപ്പൊ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുന്ന ഡ്രസ്സ് ആവുമ്പോൾ അധികം നമുക്ക് തയ്യൽ തുമ്പ് ഉണ്ടാവില്ല. അപ്പൊ ഇതില് ആൾക്ക് കുറച്ച് ഒന്ന് ടൈറ്റ് ആക്കിയാൽ മതി. അപ്പൊ ഒന്ന് ഷേപ്പിലിടപ്പോ കുറച്ച് ആള് ഇത് വെയിറ്റ് ഒക്കെ കുറഞ്ഞോണ്ട് കുറച്ച് ഒന്ന് ഷേപ്പ് ആക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇതിനൊരു ചെറിയൊരു 0.5 ഇട്ട് ഷേപ്പ് കൊടുക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ ഈ ഒരു ചുരിദാറിന്റെ വർക്ക്. അടുത്തൊരു ചുരിദാർ ഇതാണ് കേട്ടോ. അപ്പം ഇതില് കണ്ടില്ലേ തയ്യൽ തുമ്പ് തീരെ ഇല്ല. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ചുരിദാറിൽ ഞാൻ ഇപ്പൊ കാണിച്ചില്ല. അപ്പൊ ഞാനിത് നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരാന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പൊ തയ്യൽ തുമ്പ് കണ്ടില്ലേ, ഇത് എത്രയേ ഉള്ളൂ. ഇത് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുന്നതുകൊണ്ടാണ് നമുക്ക് തീരെ തയ്യൽ തുമ്പ് ഉള്ളത്. നമ്മളിപ്പോ കറക്റ്റ് നമ്മൾ ലാർജാണ് സൈസ് എങ്കിൽ ലാർജ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ എക്സൽ സൈസ് ഒക്കെ വാങ്ങിച്ചിട്ട് ആൾട്ടർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല. പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ലാർജ് തന്നെ വാങ്ങിക്കട്ടെ. പക്ഷെ കുറെ കഴിഞ്ഞാൽ ഇത് കോട്ടൺ ചുരിദാർ മെറ്റീരിയൽ ആണ്. അപ്പോൾ ഇത് ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ലൂസ് ആക്കണം. ലൂസ് എന്ന് പറയുന്നത് ഇത് എത്രയും വരുന്നുണ്ട് ആൾക്ക് ലൂസ് ആക്കുമ്പോൾ. അപ്പൊ ഈ ഒരു ഇത് കൊടുത്തിട്ടില്ലേ എന്താണ് ഓവർലോക്ക്, അതുവരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പം എനിക്കിത് എന്താ പറയുക തുന്നയച്ച്. പക്ഷെ ഇതിൽ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ലൈനിങ് മെറ്റീരിയൽ ആണ്. അപ്പം ലൈനിങ് മെറ്റീരിയലും മെയിൻ ക്ലോത്തും വേറെ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത്. അപ്പോൾ ഇതിന് രണ്ടും നമ്മളിതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ട് വേണം ഷേപ്പ് കൊടുക്കാൻ കേട്ടോ. അപ്പൊ ഇതാണ് അതിന്റെ മെയിൻ ക്ലോത്ത് വരുന്നത്. അപ്പം മെയിൻ ക്ലോത്തിലും നമ്മൾക്ക് ഇവിടെ ലൂസാക്കാനുണ്ട്. കണ്ടില്ലേ, ഇത് ലൂസാക്കണം. അതേപോലെ തന്നെ ലൈനിങ്ങും ലൂസാക്കണം. എന്നിട്ട് വേണം ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ചെറിയൊരു റിസ്ക് വരുന്നത്. ചെറിയ പണികളാണെങ്കിലും പക്ഷെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പണികളാണ് കേട്ടോ. അടുത്തത് ഈ ഒരു ചുരിദാർ ഷേപ്പ് ആക്കാനാട്ടോ. ഇത് എല്ലാം ഓക്കെയാണ്, പക്ഷെ കുറച്ച് ഷേപ്പിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഇതെങ്ങനെ ഷേപ്പ് ആക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഒരാളുടെ നമുക്ക് ഷേപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ ആളുടെ കറക്റ്റ് ഷേപ്പ് ഉള്ളൊരു അളവ് ചുരിദാർ നമ്മൾ മേടിക്കുക കേട്ടോ. അപ്പൊ ആ ചുരിദാർ നമുക്ക് ഇതിന്റെ മുകളിൽ കൂടെ വെച്ചു കൊടുക്കുക. ഇതുപോലെ കറക്റ്റ് വെച്ചു കൊടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് അളവ് എടുക്കുക കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. കണ്ടില്ലേ, ഇത്രയാണ് ഷേപ്പ് ആക്കേണ്ടത്.
അതിപ്പോൾ കറക്റ്റ് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഇതിൻ്റെ ഒരു അളവും കൂടി നോക്കുക. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എത്രയാണ് വരുന്നതെന്നുള്ളത് നോക്കുക. ഇവിടെ എനിക്ക് ഇത് 10.25 വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഷേപ്പായിട്ട് 9.25 വരുന്നു. ഈ ഒരു 3 അളവാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കേട്ടോ. താഴേക്ക് ഒരു 11 ഇഞ്ച്. അപ്പോൾ അത് ഇതിനകത്ത് കറക്റ്റ് ഉണ്ടോന്ന്, ചിലപ്പോൾ തുണിയൊക്കെ ഇങ്ങനെ ചുളിവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതിന് മുകളിൽ കൂടെ വെച്ച് റിസ്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ അളവെടുത്തത് കറക്റ്റ് ഇതേ ഇവിടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ 10.25 ഇത് കറക്റ്റാണ്. 10.25 ഇവിടെ ഓക്കെയാണ്. ഇപ്പോൾ ഇവിടെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബോഡിക്കാണ് ഷേപ്പ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ നോക്കിയത് 9.25 ഇഞ്ചാണ്. അപ്പോൾ 9.25 ഇവിടെ മാർക്ക് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ തന്നെ ഞാൻ മാർക്ക് ചെയ്ത് പോവാം കേട്ടോ. എന്നാൽ പിന്നെ എൻ്റെ പണി എളുപ്പമാവും. പിന്നെ താഴേക്ക് നമ്മൾ ഹിപ്പിൻ്റെ അവിടെ നമ്മൾ 11 ഇഞ്ചല്ലേ നമ്മൾ കണ്ടത്. അപ്പോൾ ആ 11 ഇഞ്ച് ഇതെവിടെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഷേപ്പ് ആക്കേണ്ടത്. അപ്പോൾ സ്ലിറ്റിൻ്റെ ആ ഒരു ഇത് ഓപ്പൺ ഇല്ലാത്ത ഒരു ചുരിദാറാണെങ്കിൽ പോലും സ്ലിറ്റിൻ്റെ അവിടെ നോക്കുക. എന്നിട്ട് ഷേപ്പ് നമുക്കിതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് കറക്റ്റാണല്ലോ. അപ്പോൾ ഈ ഒരു ഷേപ്പ് നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ, എവിടെയാണ് ഷേപ്പ് വരേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത് ഓപ്പൺ ഇല്ലാത്ത ചുരിദാർ ആയതുകൊണ്ട് ഇവിടേക്ക് അത്രയ്ക്ക് ഷേപ്പ് ആക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ അങ്ങോട്ട് പോയാൽ മതി. ഇവിടെയാണ് നമുക്ക് മെയിനായിട്ട് ഷേപ്പ് കിട്ടേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ 2 ഭാഗം. ഈ ചുരിദാറിൻ്റെ തന്നെ സ്ലീവ്സ് ചെറുതാക്കാനുണ്ടായിരുന്നു. അപ്പോൾ സ്ലീവ്സിൽ നമുക്ക് ഈ ലേസ് വരുന്നതുകൊണ്ട് ലേസ് കട്ട് ചെയ്തിട്ട് നമ്മൾ മടക്കി അടിച്ചതിന് ശേഷം മുകളിലേക്ക് ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മടക്കി അടിച്ചിട്ട് ആ ലേസ് ഞാൻ മുകളിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ കൊടുക്കുന്നുണ്ട്. പറഞ്ഞ് ഞാനും വേർത്ത് ബാഗും കാലിയായി കേട്ടോ. അങ്ങനെ ബാഗിലുള്ള എല്ലാം എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് പീസ് ഇത് കുറച്ച് പണിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് ലാസ്റ്റിക്ക് വെച്ചേട്ടോ. കാരണം ഇത് കുറച്ച് പറഞ്ഞു തരാൻ ഉള്ളൊരു സംഭവമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഡ്രസ്സിനെ നമുക്ക് വേറൊരു ഡ്രസ്സാക്കി മാറ്റണം. അപ്പൊ ഇതാണ് ഒരു ടോപ്പ്. ഈ ടോപ്പ് ആളുടെ ആവശ്യപ്രകാരം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയോ? ഇത് കണ്ടല്ലോ, കൈയൊക്കെ കണ്ടില്ലേ, ഡ്രാഗൺ കൈയാണ് കേട്ടോ. അപ്പൊ ഇതിന് നമുക്ക് ജീൻസിന്റെ ഒരു ടോപ്പ്, ഒരു ഷർട്ട് പോലെ ആക്കി മാറ്റണം. അപ്പൊ ഇതിന്റെ ഒരു ഫുൾ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഒരു ഉടുപ്പ് പോലെ ഉടുപ്പൻ ചിലര് നമ്മള് കണ്ടില്ല, കൈയൊക്കെ ഇതുപോലെയാണ്. ഇപ്പം നമ്മളൊരു ഇതൊക്കെ ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. പിന്നെ കണ്ടില്ലേ, താഴേക്കും കുറേ ഞെറിവ് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഞെറിവുകളൊക്കെ ഒഴിവാക്കണം. എന്നിട്ട് ഒരു എന്താ പറയാ, ജീൻസിന്റെ ഷർട്ട് പോലെ ആക്കുക. അതാണ് വേണ്ടത് ആവശ്യം. അപ്പൊ ഞാൻ അത് ഫുള്ള് കാണിച്ചു തരാം. ഒരു ചുരിദാറിലെ വർക്ക് എനിക്ക് വരണേന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ലീവ്സ് ഇത് ഇവിടുന്ന് കളയണം. കണ്ടില്ലേ, ഈ ഒരു ഇങ്ങനെ ഫ്ലെയർ ആയിട്ടുള്ള ഈ ഒരു സ്ലീവ്സ് എനിക്ക് അത് റിമൂവ് ചെയ്യണം. എന്നിട്ട് കൈ ഇതുപോലെ ഇവിടുന്ന് കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് നോർമൽ സ്ലീവ് ആക്കണം. അതുപോലെ തന്നെ ഈ താഴെ വരുന്ന ഈ ഒരു ഞെറിവും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇത് ഇത്രയും ഞെറിവ് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഇത് ഒഴിവാക്കണം. ഇത്രയും ഭാഗം ഒഴിവാക്കിയിട്ട്, അതായത് ഒഴിവാക്കുമ്പോൾ തന്നെ നമ്മൾ അവരുടെ ഇവിടെ നിന്നുള്ള സൈസ് നോക്കണം കേട്ടോ, എത്ര വേണ്ടെന്നുള്ള. മടക്കി അടിക്കാനുള്ളൊരു തുണിയും കൂടി വേണം. ഇതിപ്പോ ഒരു നോർമൽ ഷർട്ടാണ്. ഷർട്ടിൽ കുറെ ഇങ്ങനെ ഫ്ലെയർ ഒക്കെ വന്നിട്ടുള്ള, അപ്പൊ ആൾക്കാർക്ക് ഇപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാകാൻ താല്പര്യമില്ല. അപ്പൊ അത് ഒഴിവാക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് ഇതിന് ഷേപ്പും കൊടുക്കാനാണ് ഇതിന്റെ ഒരു വർക്ക് വരുന്നത്. ഷേപ്പ് കൊടുക്കുക. അപ്പോൾ ഇതിന്റെ സ്ലീവ്സും അത് ഒഴിവാക്കിയിട്ട് കട്ട് ചെയ്യണം. അതുപോലെ ഈ താഴത്തെ ഉള്ളതും ചെയ്യണം. എന്നിട്ട് ഷേപ്പ് കൊടുക്കണം. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഓൾട്ടറിങ് വർക്ക്. അതായത് ഒരു ഡ്രസ്സ് കിട്ടിയതിനെ മൊത്തത്തില് ചായ മാറ്റാം, അതാണ് ഉദ്ദേശം.